ഹലോ, 10ാം ക്ലാസ്സിലെ സർക്കിൾസിലെ ഒരു തിയറംസ് വരുന്ന ഒരു ടോപ്പിക് ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തന്നു. അതിൽ തന്നെ വരുന്ന അടുത്തൊരു ടോപ്പിക്കാണ്. ഒരു 3-4 ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ അത് സൈക്ലിക് ക്വാഡ്രിലേറ്ററൽ, ചക്രീയ ചതുർഭുജം എന്ന കൺസെപ്റ്റ് ഉപയോഗിച്ച് ചെയ്യുന്നതാണ്. അത് വളരെ സിമ്പിളായിട്ട് നിങ്ങൾ ഒരിക്കലും എക്സാമിന് എഴുതുമ്പോൾ പരത്തി എഴുതേണ്ട ആവശ്യമില്ല. സിമ്പിളായിട്ട് എഴുതുക. ഫിഗർ ക്വസ്റ്റ്യൻ ആൻസർ ഷീറ്റിലേക്ക് വരച്ചെടുത്ത് പേരൊക്കെ കൊടുത്ത് നിങ്ങൾ എന്ത് ചെയ്യുക, സിമ്പിൾ കൺസെപ്റ്റ് മാത്രം അപ്ലൈ ചെയ്ത് എഴുതിയാൽ മതി. വാരി വലിച്ച് എഴുതേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. നമുക്ക് ടെക്സ്റ്റ് ബുക്കിലെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ ഫിഗർ ആകെ കോംപ്ലിക്കേറ്റഡ് ആണ്, പക്ഷെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് നോക്കിയാൽ നിങ്ങൾക്ക് ഒന്നുകൂടി ക്ലിയർ ആവട്ടോ. ഇപ്പോൾ ABCD എന്നുള്ള ഒരു ക്വാഡ്രിലേറ്റർ ആണ്. ABCD അതിൻ്റെ തന്നിട്ടുണ്ട്. In the figure, bisectors of adjacent angles of quadrilateral ABCD intersect at PQRS. Prove that PQRS is a cyclic quadrilateral. ഇതൊക്കെ ആംഗിൾ ബൈസെക്ടേഴ്സ് ആണ്. ആംഗിൾ ബൈസെക്ടേഴ്സ്, ആംഗിൾ ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യാന്ന് പറഞ്ഞിങ്ങനെ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് PQRS ഒരു സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ. സൈക്ലിക് ആണെന്ന് പ്രൂവ് ചെയ്യാൻ ഞാൻ പറഞ്ഞു എന്താണ്, ഓപ്പോസിറ്റ് ആംഗിൾസ് സപ്ലിമെന്ററി 180 എന്ന് പ്രൂവ് ചെയ്താൽ മതി അല്ലേ. അപ്പൊ ഈ ആംഗിളും ഏതാ, ആംഗിൾ P പ്ലസ് ആംഗിൾ R ഈക്വൽ ടു 180 എന്ന് പ്രൂവ് ചെയ്താൽ നമ്മുടെ ആൻസർ ആയി. കാരണം 4 വെർട്ടെക്സ് ആഡ് ചെയ്താൽ 4 കൂടി ആഡ് ചെയ്താൽ 360 ആണ്. അതിൽ 2 180 ആണെങ്കിൽ ബാക്കി 2 എന്തായിരിക്കും, 180 ആയിരിക്കും. അപ്പൊ P യും R ഉം 180 എന്ന് പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ ബാലൻസിൽ S ഉം Q ഉം കൂടി ആഡ് ചെയ്താൽ എത്രയായിരിക്കും, 180 ആയിരിക്കും. നമുക്ക് ഒരെണ്ണം പ്രൂവ് ചെയ്താൽ മതി. അപ്പോൾ ഇത് പ്രൂവ് ചെയ്യാൻ വേണ്ടി ഓക്കെ, ഇവിടെ തന്നിട്ടുണ്ട് എന്താ, ഇത് ആംഗിൾ ബൈസെക്ടർ ആണ്. അതൊക്കെ ആംഗിൾ ബൈസെക്ടേഴ്സ്. അപ്പൊ ഇത് A ആയതുകൊണ്ട് തന്നെ ഞാൻ ഇത് അതിന്റെ ഹാഫ് ആയിട്ട് എടുത്തു. എന്തെടുത്തു, A/2. അപ്പൊ ഇതും തന്നെയാണ് A/2. ഇത് ടോട്ടൽ B ആണ്. ഇത് ആംഗിൾ ബൈസെക്ടർ ആയതുകൊണ്ട് B/2. അപ്പൊ ഈ ട്രയാങ്കിൾ ABR, ട്രയാങ്കിൾ ABR, ത്രികോണം ABR നോക്കൂ. ABR ഈ 3 ആംഗിളില് ഇത് A/2, ഇത് B/2, ആംഗിൾ R അറിയില്ല അല്ലേ. അപ്പൊ ആംഗിൾ R ഈക്വൽ ടു എന്ത് പറയാം, സം ഓഫ് 3 ആംഗിൾസ് 180 അല്ലേ. 180 ഇത് A/2 ആണ്, ഇത് B/2 ആണ്. അപ്പൊ ഈ ആംഗിള് 180 ഏത് മൈനസ് ചെയ്താൽ മതി, A/2 പ്ലസ് B/2. ഓക്കെ, ഇനി വേറൊരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാം. നമുക്ക് ഈ P വരുന്ന അണക്കുള്ള എടുക്കാം. അതായത് DPC, ട്രയാങ്കിൾ DPC ശ്രദ്ധിച്ച് നോക്കൂ. DPC ഇത് ആംഗിൾ ബൈസെക്ടർ ആയതുകൊണ്ട് D/2 എന്ന് കൊടുക്കാം. ഈ ആംഗിള് C/2 എന്ന് കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ ആംഗിൾ P എന്തായിരിക്കും, ആംഗിൾ P is equal to, ഞാൻ പറഞ്ഞു ഇതും കൂടി ആഡ് ചെയ്താൽ 180 ആണ്. 2 അറിയാം. തേർഡ് ആംഗിൾ കാണാൻ 180 മൈനസ് ഏതൊക്കെ പ്ലസ് ചെയ്യുക, D/2 പ്ലസ് C/2. ഓക്കെ, നോക്കൂ ആംഗിൾ P പ്ലസ് ആംഗിൾ R പ്ലസ് ചെയ്ത് നോക്കൂ. 180 പ്ലസ് 180 മൈനസ് A/2 B/2 D/2 C/2. ഇത് മൈനസ് ആണ്, ഇത് മൈനസ്. അപ്പൊ നമുക്ക് മൈനസ് ഇട്ടിട്ട് ഒരുമിച്ച് ബ്രാക്കറ്റിൽ എന്തെഴുതാം, A/2 പ്ലസ് B/2 പ്ലസ് C/2 പ്ലസ് D/2. 180 360 മൈനസ് ഇവിടെ നോക്കൂ A/2 B/2 C എല്ലാവരും by2 ആണ്. അപ്പോൾ A പ്ലസ് B പ്ലസ് C പ്ലസ് D all divided by 2 എന്ന് എഴുതാം. That's equal to 360 മൈനസ് ഇവിടെ നോക്കി ഈ ആംഗിൾ A ടോട്ടൽ, ആംഗിൾ B, ആംഗിൾ C, ആംഗിൾ D, ഈ 4 ആംഗിളും കൂടി ആഡ് ചെയ്താൽ എത്ര കിട്ടുക, ആംഗിൾ A പ്ലസ് ആംഗിൾ B പ്ലസ് ആംഗിൾ C പ്ലസ് ആംഗിൾ D എത്രയാ, സം ഓഫ് 4 ആംഗിൾസ് ഓഫ് എ ക്വാഡ്രിലാറ്ററൽ. ചതുർഭുജത്തിന്റെ 4 കോണുകളും കൂടി കൂട്ടിയാൽ 360 അല്ലേ. അപ്പൊ A പ്ലസ് B പ്ലസ് C പ്ലസ് D ക്ക് പകരം 360 കൊടുക്കാം. ബൈ എന്തുണ്ട്, 2. That is 360 മൈനസ് 360 180 എത്ര കിട്ടി, 180 ഡിഗ്രി. അപ്പൊ എന്ത് കിട്ടി നമുക്ക്, ആംഗിൾ P പ്ലസ് ആംഗിൾ R ഈക്വൽ ടു 180 ഡിഗ്രി.
Angle P യും angle R ഉം 180. Opposite angles are supplementary. So PQRS is a cyclic quadrilateral. Okay. അപ്പൊ ഇങ്ങനെ എന്ത് ക്വസ്റ്റ്യൻ ആയിക്കോട്ടെ സൈക്ലിക് ആണെന്ന് പ്രൂവ് ചെയ്യാൻ പറഞ്ഞാൽ ഓപ്പോസിറ്റ് ആംഗിൾസ് സപ്ലിമെന്ററി ആണ്, സമ്മ് 180 ആണെന്ന് പ്രൂവ് ചെയ്യാം. ഓക്കെ ഓക്കെ. അപ്പൊ അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കട്ടെ. ഇവിടെ ക്വസ്റ്റ്യൻ വായിക്കാവുന്ന ഞാൻ ടെക്സ്റ്റ് ബുക്ക് ക്വസ്റ്റ്യൻ ആണ്. ഇൻ ദ പിക്ചർ പോയിന്റ്സ് PQR are marked on the sides BC, CA, AB of triangle ABC, and the circumcircles of triangle AQR and BRP are drawn. M is the point where these circles intersect. Prove that the circumcircle of triangle CPQ also passes through M. അപ്പോൾ ഇതാണ് നമ്മുടെ ഫിഗർ. ഇതില് സംഭവത്തിലെ പറഞ്ഞിട്ടുള്ളൂ. BC എന്ന് പറയുന്ന സൈഡ് പോയിന്റ് P, CA, Q, AB, R മൂന്ന് പോയിന്റ് ടച്ച് ചെയ്തിട്ടുണ്ട്. RBP എന്ന് പറയുന്ന ട്രയാങ്കിളിന്റെ സർക്കിൾ ആണിത്, പരിവൃത്തം. അതുപോലെ RAQ എന്ന് പറയുന്ന ട്രയാങ്കിളിന്റെ സർക്കിൾ ആണ്, പരിവൃത്താണ്. ഇത് രണ്ടും കൂടി എവിടെ ഇന്റർസെക്ട് ചെയ്യണു? M എന്നുള്ള പോയിന്റ് ഇന്റർസെക്ട് ചെയ്യണു, രണ്ട് സർക്കിൾസും. ഈ PCQ എന്ന് പറയുന്ന ട്രയാങ്കിളിന്റെ സർക്കിൾ അതും ഏതിലൂടെ പാസ് ചെയ്യണു? എമ്മിലൂടെ പാസ് ചെയ്യണു. ഈ പോയിന്റിലൂടെ തന്നെ കടന്നു പോകണു എന്നാണ് നമുക്ക് തെളിയിക്കേണ്ടത്, പ്രൂവ് ചെയ്യേണ്ടത്. അപ്പൊ അതിനുവേണ്ടി നമ്മള് ഞാൻ MQ യോജിപ്പിക്കാൻ പോവാം. MQ യോജിപ്പിച്ചു, MR യോജിപ്പിച്ചു, MP യോജിപ്പിച്ചു. എന്തിനു വേണ്ടിയിട്ടാ നോക്കൂ. ഇവിടെ നോക്കാം. RMQA ഈ RMQA ഇതെന്താ സാധനം? ഈ RMQA ഒരു സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആണ് അല്ലെ, ചക്രീയ ചതുർഭുജാണ്. ആ ചക്രീയ ചതുർഭുജത്തിന്റെ എതിർ ശീർഷകോണുകൾ ഓപ്പോസിറ്റ് ആംഗിൾസ് സപ്ലിമെന്ററി ആയിരിക്കും അറിയാം. അങ്ങനെയാണെങ്കിൽ സപ്പോസ് ആംഗിൾ A = X ആണെങ്കിൽ ഈ ആംഗിൾ RMQ എത്ര വരിക? ഇത് X ആണെങ്കിൽ ഇത് 180 മൈനസ് X, 180 കുറയ്ക്കണം X. അതേപോലെ നോക്കൂ BPMR ഇതും എന്താണ്? ഒരു സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആണ്, 4 പോയിന്റും സർക്കിളിലാണ് അല്ലെ. ആംഗിൾ BY ആണെങ്കിൽ ഈ ആംഗിൾ എന്താ വരിക? RMP യെസ് 180 മൈനസ് Y, ഇത് 180 കുറയ്ക്കണം Y. ഇനി ഈ ഒരു ആംഗിളും കൂടി ഇവിടെ കണ്ടുപിടിക്കാനുണ്ട്. ഏതാണത്? QMP. ഈ ആംഗിളും കൂടി കിട്ടിയാൽ ഇത് മൂന്നും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ എത്ര ഡിഗ്രി കിട്ടിയാൽ മതി? 360 ഡിഗ്രി കിട്ടിയാൽ ഇതൊരു കോമൺ പോയിന്റ് ആയി അല്ലേ. ഒരു പോയിന്റ് ചുറ്റുമുള്ള ആംഗിളുകളുടെ സമ 360 ആണെങ്കിൽ അതൊരു കോമൺ പോയിന്റ് ആയി. അപ്പൊ ഈ ആംഗിൾ കൂടി കണ്ടുപിടിക്കണം. അപ്പൊ ഇത് X എടുത്തു, ഇത് Y എടുത്തു, ഇത് ഞാൻ Z എടുത്തു എന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ഈ ആംഗിൾ എന്താ വരിക? QMP എന്ത് വരും? ഇത് Z ആണെങ്കിൽ ഇത് എന്ത് വരും? 180 മൈനസ് Z അല്ലെ. ഇത് Z ആണെങ്കിൽ 180, കാരണം P യും C യും Q യും M ഉം എന്താണ്? ഒരേ പോയിന്റിലൂടെയാണ്, സർക്കിളിലെ പോയിന്റ്സ് ആണ്, സൈക്ലിക് ആണ്. അതുകൊണ്ട് ഓപ്പോസിറ്റ് ആംഗിൾസ് സപ്ലിമെന്ററി. ഈ മൂന്നും കൂടി നമുക്കൊന്ന് പ്ലസ് ചെയ്ത് നോക്കാം. എന്ത് കിട്ടണം? 360 കിട്ടുമോ നോക്കൂ. ഇത് മൂന്നും കൂടി പ്ലസ് ചെയ്ത് നോക്കൂ. ഇക്വേഷൻ 1 + 2 + 3 ഇംപ്ലൈസ് ഈ സൈഡിലെല്ലാം പ്ലസ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 180 + 180 + 180 3 × 180 540 വരും അല്ലേ. മൈനസ് X മൈനസ് Y മൈനസ് Z. മൈനസ് ഔട്ട് സൈഡ് എടുത്തിട്ട് എന്ത് എഴുതാം? X + Y + Z എന്ന് എഴുതാം. ദാറ്റ് ഈസ് 540 മൈനസ് എന്താണ്? X + Y + Z. X + Y + Z ഇത് എന്താണ്? ഈ ട്രയാങ്കിൾസിന്റെ 3 ആംഗിൾസ് ആണ്. What is sum of 3 angles of a triangle? 180 അല്ലേ. അപ്പോൾ 540 മൈനസ് 180 360 ഡിഗ്രി. അപ്പോൾ എന്ത് കിട്ടി? ഈ M എന്നുള്ള പോയിന്റിന്റെ ചുറ്റും ഈ 3 ആംഗിൾസ് കൂടി ആഡ് ചെയ്തപ്പോൾ 360 എന്ന് കിട്ടി. 360 ഡിഗ്രി എന്ന് കിട്ടിയാൽ അതിന്റെ മീനിങ് എന്താ? M ഒരു കോമൺ പോയിന്റ് ആണ്. അപ്പോൾ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് സൈക്കിൾ ക്വാഡ്രാക്ടർ എന്നുള്ള ചക്രീയ ചതുർഭുജം എന്നുള്ള ആശയമാണ്. അത് ഉപയോഗിച്ചിട്ട് ഇത്രയും സ്റ്റെപ്പ് കൊണ്ട് നമുക്ക് ഇതിന്റെ ആൻസർ കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. The two circles below intersect at P, Q, and the lines through these points meet the circles at A, B, C, D
ABCD എന്നുള്ള ഈ സർക്കിൾസ് PQ. ഓക്കെ, the line AC and BD are not parallel. AC യും BD യും എന്തല്ല, പാരലൽ അല്ല. Prove that if these lines are equal, parallel അല്ല but equal ആണെങ്കിൽ, ഏതൊക്കെ, AC equal to BD ആണെങ്കിൽ prove that എന്ത്, ABDC is a cyclic quadrilateral. ABDC cyclic ആണ് പ്രൂവ് ചെയ്യണം. അപ്പൊ ഇത് സൈക്ലിക് ആണെന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ എന്ത് പ്രൂവ് ചെയ്യണം, ഈ ഓപ്പോസിറ്റ് ആംഗിൾസിന്റെ സമ്മ് 180 ആണ് പ്രൂവ് ചെയ്യണം, അല്ലെ 180 ആണ് പ്രൂവ് ചെയ്യണം. അപ്പൊ അതിന് വേണ്ടി ഞാൻ ആദ്യം എന്ത് ചെയ്യണം, പിയും ക്യൂ യോജിപ്പിക്കാം. പിക്ക് യോജിപ്പിക്കുന്നു. പിക്ക് യോജിപ്പിക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, BQPA. ഈ സാധനം എന്താ, ഇത് സൈക്ലിക് ആയോ? കാരണം എന്താ, ബിയും ക്യൂയും പിയും എയും സർക്കിളിലെ പോയിന്റ് ആണ്, അല്ലേ? അപ്പൊ ഇതെന്തായി, സൈക്ലിക് ആയി. സൈക്ലിക് ആണെങ്കിൽ സപ്പോസ് ദിസ് ആംഗിൾ ഈസ് എക്സ്, ഈ ആംഗിൾ എന്താ എഴുതാം, 180 മൈനസ് എക്സ്. കാരണം രണ്ടും കൂടി ആഡ് ചെയ്താൽ 180 കിട്ടണം. ഇത് 180 മൈനസ് എക്സ് ആണെങ്കിൽ ഇതിന്റെ ഇപ്പുറത്ത് ഉള്ളത്, അതായത് മൊത്തം ലീനിയർ പെയർ ആണ് 180 ആണ്. സമ 180 കിട്ടണം. ഈ ഭാഗത്ത് 180 മൈനസ് എക്സ് ആണെങ്കിൽ ഈ ഭാഗത്ത് എന്തായാൽ മതി, എക്സ് ആയാൽ മതി. ടോട്ടൽ 180 കിട്ടും. ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ഇതെന്താ വരിക, QDCP. ഇതെന്താണ്, സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ, ചക്രീയ ചതുർഭുജം, അല്ലേ? അപ്പൊ എക്സ് ആണെങ്കിൽ ഇതെന്ത് വരും, 180 മൈനസ് എക്സ്. അപ്പൊ എക്സ് 180 മൈനസ് എക്സ്, എക്സ് 180 മൈനസ് എക്സ്. വാട്ട് ഇസ് ആംഗിൾ ബി പ്ലസ് ആംഗിൾ ഡി? ആംഗിൾ ബി പ്ലസ് ആംഗിൾ ഡി എന്ത് വരും, എക്സ് പ്ലസ് 180 മൈനസ് എക്സ്. എക്സും മൈനസ് എക്സും ക്യാൻസൽ ചെയ്ത് പോയി, എന്ത് കിട്ടും, 180. അതായത് ഈ ബേസിലുള്ള ബേസ് ആംഗിൾസ് ബിയും ഡിയും ആണ്. നോക്കൂ, രണ്ട് ലൈൻ ഇങ്ങനെ ഉണ്ട്, അതിന്റെ ലൈൻ ഇങ്ങനെ കട്ട് ചെയ്ത് വന്നു, അല്ലേ? ഈ ആംഗിളും ഈ ആംഗിളും എന്താണെന്നപ്പോ കിട്ടിയത്, സം ഓഫ് ദീസ് ടു ആംഗിൾസ് ആർ 180. ഈ രണ്ട് ആംഗിൾസ് 180 ആണെങ്കിൽ ഇവിടെ ശ്രദ്ധിച്ചു നോക്കൂ, ഈ ലൈനും എന്താവണം, എന്തായാലാണ് 180 കിട്ടുക, യെസ്, പാരലൽ, അല്ലേ? ഈ രണ്ട് ലൈൻസ് പാരലൽ ആണ്. ഈ രണ്ട് ആംഗിൾസിന് പ്രത്യേകത co-interior angles. Co-interior angles are supplementary. So these two lines are parallel. ഏതൊക്കെ ലൈൻസ്, AB യും CD യും, AB പാരലൽ CD. അങ്ങനെയാണെങ്കിൽ ശ്രദ്ധിച്ചു നോക്കൂട്ടോ, ഇവിടെ AC യും BD യും ഈക്വൽ ആണ് തന്നിട്ടുണ്ട്. ഈ രണ്ട് ലൈൻസ് ഓപ്പോസിറ്റ് ലൈൻസ് ഈക്വൽ ആണ്. അതർ ടു ഓപ്പോസിറ്റ് സൈഡ്സ് ആർ പാരലൽ. അപ്പൊ ഒരു ക്വാഡ്രിലാറ്ററലിന്റെ ഒരു ജോഡി എതിർവശങ്ങൾ തുല്യവും മറ്റേ ജോഡി എതിർവശങ്ങൾ സമാന്തരമാണെങ്കിൽ അതെന്തായി, അതൊരു ഐസോസിലസ് ട്രപ്പീസിയം. എന്താണ് ഐസോസിലസ് ട്രപ്പീസിയം എന്ന് പറഞ്ഞാൽ സമപാർശ്വലംബകം. ഇതിന്റെ തൊട്ട് മുമ്പ് നമ്മളൊരു പ്രൂഫ് പറഞ്ഞു, എന്താ, അത് സമപാർശ്വലംബകം ചക്രീയമായിരിക്കും. ഓക്കെ, അതായത് ABDC ഈസ് സൈക്ലിക് എന്ന് കിട്ടും. ഇനി അങ്ങനെയല്ല, നമുക്ക് വേണമെങ്കിൽ അതിവിടെ പ്രൂവ് ചെയ്യാം. ഒന്നുകൂടി ശ്രദ്ധിച്ചു നോക്കൂ, ഇത് സൈക്ലിക് ABDC സമപാർശ്വലംബകമാണെങ്കിൽ സമപാർശ്വലംബകത്തിന്റെ പ്രത്യേകത എന്താ പറഞ്ഞേ, സമപാർശ്വലംബകത്തിന്റെ പ്രത്യേകത ഈ ബേസ് ആംഗിൾസ് എന്തായിരിക്കും, ബേസ് ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. അതായത് ആംഗിൾ A ഈക്വൽ ടു എന്തായിരിക്കും, ആംഗിൾ B. ആംഗിൾ Aയും ആംഗിൾ Bയും ഈക്വൽ ആണെങ്കിൽ, ഇത് എക്സ് ആണെങ്കിൽ ഇത് എന്ത് കൊടുക്കാം, എക്സ്. അപ്പൊ എക്സ് ആണെങ്കിൽ ഈ ആംഗിൾ എന്ത് എഴുതാം, 180 മൈനസ് എക്സ്. അപ്പൊ ഇതെന്ത് വരും, എക്സ്. അപ്പൊ ഇതെന്ത് വരും, 180 മൈനസ് എക്സ്. ഇനി ഓപ്പോസിറ്റ് ആംഗിൾസ് ഒന്ന് പ്ലസ് ചെയ്ത് നോക്കൂ. വാട്ട് ഈസ് ആംഗിൾസ് A പ്ലസ് ആംഗിൾ D, എക്സ് പ്ലസ് 180 മൈനസ് എക്സ്. മൈനസ് എക്സ് പ്ലസ് എക്സ് ക്യാൻസൽ ചെയ്തു, 180 കിട്ടി. ഇത് പ്ലസ് ചെയ്ത് നോക്കൂ. ആംഗിൾ B പ്ലസ് ആംഗിൾ C, അതും എന്താ വരിക, എക്സ് പ്ലസ് 180 മൈനസ് എക്സ്. മൈനസ് എക്സ് പ്ലസ് എക്സ് ക്യാൻസൽ ചെയ്ത് പോയി, 180 കിട്ടും. അപ്പോഴും കിട്ടി ഓപ്പോസിറ്റ് ആംഗിൾസ് സപ്ലിമെന്ററി. ABDC സൈക്ലിക്. അല്ലെങ്കിൽ ഇതെന്താണ് പ്രൂവ് ചെയ്തു, എന്താണ് പ്രൂവ് ചെയ്താൽ മതി, ABDC ഒരു ഐസോസിലസ് ട്രപ്പീസിയം എന്ന് പ്രൂവ് ചെയ്താൽ മതി. ഐസോസിലസ് ട്രപ്പീസിയം ആണെങ്കിൽ അത് സൈക്ലിക് ആണ്, അത് സക്രിയമാണ്. നമ്മൾ മുമ്പേ പഠിച്ചതുകൊണ്ട് സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആയിരിക്കും, ഉറപ്പാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഐസോസിലസ് ട്രപ്പീസിയം എന്ന് പ്രൂവ് ചെയ്യാം. അത് ഒന്നെങ്കിൽ അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ ഇതും കൂടി ചെയ്ത് വെച്ചാൽ നല്ല. ടെക്സ്റ്റ് ബുക്കിൽ അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കൂ. ഇൻ ദ പിക്ചർ ദി സർക്കിൾസ് ഓൺ ദി ലെഫ്റ്റ് ആൻഡ് റൈറ്റ് intersect the middle circle at PQRS. മിഡിൽ സർക്കിൾ PQRS ഇന്റർസെക്ട് ചെയ്യുന്നുണ്ട്.
The line joining them meet the left and right circles at A, B and CD. Prove that ABDC is a cyclic quadrilateral. ABDC cyclic ആണ് പ്രൂവ് ചെയ്യണം. ഏതാണ് ABDC? ABDC വലുത് എന്താണ് പ്രൂവ് ചെയ്യണം? സൈക്ലിക് ആണ്, ചക്രീയമാണ് പ്രൂവ് ചെയ്യണം. അപ്പൊ അതിന് വേണ്ടി നമുക്ക് നേരത്തെ ചെയ്ത 2 സർക്കിൾ വരുമ്പോൾ ചെയ്ത അതേപോലെ തന്നെയാണ് 3 എണ്ണം ആകുമ്പോൾ കുറച്ചും കൂടി ഈസിയാണ്. ഇത് ജോയിൻ ചെയ്യാം, ഇത് ജോയിൻ ചെയ്യാം. ഓക്കെ, അപ്പൊ ആദ്യം ഈ ABQP അതെന്താന്ന് നോക്കൂ. ABQP സൈക്ലിക് അല്ലേ? ആണോ? ചക്രിയാണ്, കാരണം 4 പോയിന്റ് സർക്കിളാണ് അല്ലേ? അപ്പൊ ഞാൻ നേരത്തെ എടുത്ത പോലെ ഈ ആംഗിൾ എക്സ് എടുത്താൽ അതിന്റെ നേരെ ഓപ്പോസിറ്റ് എന്ത് വരും? 180 മൈനസ് എക്സ്. അപ്പൊ ഈ ബാലൻസ് ഉള്ള എന്ത് വരും? എക്സ്. ഇത് നേരെ ഓപ്പോസിറ്റ് ഇവിടെ എന്താ വരിക? QSRP സൈക്ലിക് ആണ്. അപ്പൊ ഇത് എക്സ് ആണെങ്കിൽ എന്ത് വരും? 180 മൈനസ് എക്സ്. അപ്പൊ നേരെ ഓപ്പോസിറ്റ് എക്സ്, കാരണം ഇത് ടോട്ടല് 180 ലീനിയർ പെയർ അല്ലേ? ഇത് എക്സ് ആണെങ്കിൽ ഇത് എന്ത് വരും? 180 മൈനസ് എക്സ്, കാരണം SBCR എന്താണ്? സൈക്ലിക് ആണ്. അപ്പൊ ഈ 3 എണ്ണം സെപ്പറേറ്റ് സൈക്ലിക് ആണ് അല്ലെ? ചക്രീയമാണ്. അതിനെ ഒരുമിച്ച് നമ്മൾ ആ കൺസെപ്റ്റ് ഉപയോഗിച്ചു. ഇനി ആംഗിൾ എ ആംഗിൾ ബിയും ഈക്വൽ അല്ല, കാരണം ഇത് ഐസോസെൽസ് ട്രപീസിയം ഒന്നും അല്ല. അതുകൊണ്ട് ആംഗിൾസ് ബേസ് ആംഗിൾസ് ഈക്വൽ അല്ല. അതുകൊണ്ട് ഞാൻ എക്സ് ആയതുകൊണ്ട് വൈ എടുക്കും. ഇത് വൈ ആണെങ്കിൽ ഈ ആംഗിൾ എന്ത് വരും? 180 മൈനസ് വൈ. അപ്പൊ ഇത് നേരെ ഇത് വൈ, ഇവിടെ എഴുതി എക്സ് എഴുതി അതേപോലെ തന്നെ 180 മൈനസ് വൈ. അപ്പൊ ഇത് വൈ. അപ്പൊ ഈ നേരെ ഓപ്പോസിറ്റ് 180 മൈനസ് വൈ. അപ്പൊ ഇപ്പുറത്ത് എന്ത് വരും? വൈ. നേരെ താഴെ 180 മൈനസ് വൈ. ഇനി എന്താ പ്രൂവ് ചെയ്യേണ്ടത്? ABDC സൈക്ലിക്. ABDC ചക്രീയമാണ് പ്രൂവ് ചെയ്യുന്നത്. അപ്പോൾ ഓപ്പോസിറ്റ് ആംഗിൾസ് പ്ലസ് ചെയ്ത് നോക്കാം. ഒന്ന് ആംഗിൾ ബിയും അതിന് നേരെ ഓപ്പോസിറ്റ് വരുന്നത് ആംഗിൾ സിയും പ്ലസ് ചെയ്തോളൂ. എക്സ് പ്ലസ് 180 മൈനസ് എക്സ്. എക്സും മൈനസ് എക്സും ക്യാൻസൽ ചെയ്താൽ 180. അതേപോലെ അടുത്ത് പ്ലസ് ചെയ്ത് നോക്കൂ. ആംഗിൾ എ പ്ലസ് ആംഗിൾ ഡി. വൈ പ്ലസ് 180 മൈനസ് വൈ. വൈയും മൈനസ് വൈ ക്യാൻസൽ ചെയ്തു 180 ഡിഗ്രി. അതായത് ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ സപ്ലിമെന്ററി. ABDC ഈസ് സൈക്ലിക്. അപ്പൊ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ പ്രൂവ് ചെയ്യാൻ പറഞ്ഞാൽ എന്ത് ചെയ്താൽ മതി? ഓപ്പോസിറ്റ് ആംഗിൾസിന്റെ സമ്മ് 180 പ്രൂവ് ചെയ്യുക, അത്രേ ഉള്ളൂ. അപ്പൊ ഇതുപോലുള്ള ക്വസ്റ്റ്യൻ ജനറൽ ആയിട്ട് നിങ്ങൾക്ക് എക്സാമിൽ ചോദിക്കും. അപ്പൊ ആ കൺസെപ്റ്റ് മാത്രം ഉപയോഗപ്പെടുത്തിയിട്ട് നിങ്ങൾ അതിന്റെ പ്രൂഫ് എഴുതുക. വിശദമായിട്ട് എഴുതേണ്ട ആവശ്യമില്ല. ഇനി ഒരു വീഡിയോ കൂടി ചെയ്ത് കഴിഞ്ഞാൽ ഇതിലെ പ്രോബ്ലംസ് ചെയ്യുള്ളൂ മാത്രമാണ്. ഇനി അടുത്തൊരു വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.